ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തക്കാളി കറിയാണ്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നാടൻ തക്കാളി 3 എണ്ണം എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക് 4 കീറി വെച്ചിട്ടുണ്ട്. 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ നാടൻ തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർക്കാം. നാടൻ തക്കാളി കൊണ്ട് മാത്രമേ നിങ്ങൾ നല്ല തക്കാളി കറി ഉണ്ടാക്കാനായിട്ടും പറ്റത്തുള്ളൂ, ഉണ്ടാക്കി നോക്കാവുള്ളൂ. എന്നാലേ ആ തക്കാളിക്കറിക്ക് ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ. ആപ്പിൾ തക്കാളി കൊണ്ട് ഉണ്ടാക്കി ഞാൻ ടേസ്റ്റ് വരത്തില്ല. ഇതിനകത്തേക്ക് നമുക്കൊരു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതായത് ഈ എണ്ണയിൽ കിടന്ന് ഈ തക്കാളിയെല്ലാം നന്നായിട്ട് വഴണ്ടി വരണം. ആ തക്കാളിയുടെ ജ്യൂസ് എല്ലാം ഇങ്ങനെ ഇറങ്ങി വരണം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോഴത്തേക്കും അത് നന്നായിട്ട് വഴണ്ടി ജ്യൂസൊക്കെ ഇറങ്ങി വരും. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കാം. അപ്പോൾ താളിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം 15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ കനം കുറഞ്ഞ് അരിഞ്ഞുവാണ് ഞാനിപ്പം. അപ്പോൾ ഈ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടാണ് ഞാൻ താളിക്കുന്നത്. ഇതിനകത്ത് ഒരു സീക്രട്ടായിട്ടുള്ളൊരു സംഭവമാണ് ചെറിയ ഉള്ളി. നിങ്ങൾ സവോള യൂസ് ചെയ്യരുത്. കാരണം സവോള യൂസ് ചെയ്ത ഈ ഒരു ടേസ്റ്റ് വരത്തില്ല തക്കാളി കറിക്ക്. പണ്ടത്തെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റ് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. മൂടിയൊക്കെ തുറന്ന് നന്നായിട്ട് ഇളക്കി ഈ ഒരു പരുവം കണ്ട് നല്ല ജ്യൂസി ആയിട്ട് വരണം തക്കാളി. അതിനകത്തേക്ക് അരമുറി തേങ്ങ, 1 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം ഒക്കെ ചേർത്ത് നന്നായിട്ട് ഞാൻ അരച്ചതാണ്. അരച്ചതിനകത്തോട്ട് ആ അരപ്പിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു. നമുക്ക് ഒരു മനസ്സിലാകുമല്ലോ ഇത്രയും ഒരളവ് മതിയല്ലോ എന്ന്. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇത് തിളച്ച് പോകരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് എല്ലാ വശത്തും ഇതിൻ്റെ ചൂട് എത്തണം. തിളച്ച് കഴിഞ്ഞാൽ ഈ കറിയുടെ ഒരു ടേസ്റ്റ് മാറിപ്പോവും. അതുപോലെ തേങ്ങ പിരിഞ്ഞു പോവും. അപ്പോൾ ഇതേ നോക്കിയാൽ അതിൻ്റെ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന ഒരു പരുവുണ്ട്. ആ പരുവത്തിൽ ചട്ടി നന്നായിട്ട് ചുറ്റിച്ചിട്ട് നമുക്ക് താഴോട്ട് ഇറക്കി വെക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് നമുക്ക് താളിപ്പ് കൊടുക്കണം. ഈ താളിപ്പാണ് സത്യത്തിൽ തേങ്ങ അരച്ച കറിക്ക് താളിപ്പ് കൊടുത്താലേ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോഴേ നിങ്ങൾ കടുക് പൊട്ടിക്കാവുള്ളൂ. എന്നാലേ ആ കടുകിൻ്റെ ഫ്ലേവർ ആ വെളിച്ചെണ്ണയിൽ വരത്തുള്ളൂ. അപ്പോൾ തീയൊക്കെ കുറവാണ്, അതുകൊണ്ട് ഞാൻ ഒരു കൊതുമ്പൊക്കെ വെച്ച് കൊടുത്തത്. അപ്പോൾ താളിക്കാൻ വേണ്ടി ഞാൻ ആ 15 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, ഉണക്കമുളക് 2 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ താളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ കടുക് നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. കടുക് പൊട്ടിത്തെറിക്കുന്നുണ്ടോ കടുക്? ഇതുപോലെ പൊട്ടിത്തെറിക്കണം. അപ്പോൾ 2 ഉണക്കമുളക് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർക്കുക. കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് നന്നായിട്ട് ഇളക്കി ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കുക. ഇതൊരിക്കലും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ ആ കറി നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് കഴിക്കും. ഇത് കണ്ടോ, ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് കണ്ട, ഇതാണ് ഇതിൻ്റെ പരുവം. എന്നിട്ട് നമുക്ക് നമ്മുടെ തക്കാളി കറിയിലേക്ക് ഇത് ചേർക്കാം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മളൊരു കളറിന് വേണ്ടി കുറച്ച് താളിക്കുമ്പോൾ നമ്മൾ ചേർക്കത്തില്ലേ, അപ്പോൾ കുറച്ച് മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം അതിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്കൊരു, കാരണം മഞ്ഞ കളറാണല്ലോ, അതിനകത്തോട്ട് ആ ഒരു മുളക് പൊടിയുടെ കളറും കൂടെ വരുമ്പം അത് നല്ലൊരു കളറായിട്ട് മാറും. ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ തക്കാളി ഒഴിച്ചു കൂട്ടാനാണ്. നിങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ചോറിനകത്ത് ഒഴിച്ചൊന്ന് കഴിച്ചു നോക്കൂ. വളരെ ടേസ്റ്റാണ്. 4 പേർക്ക് സുഖമായിട്ട് ഇത് കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.